ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി പേര് കുറേ നാളായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന റെസിപ്പിയായിരുന്നു ചിക്കൻ ഷവർമ. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തതുപോലെ തന്നെ ഹോം മെയ്ഡ് ആയിട്ടുള്ള കുബൂസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നല്ല സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ നമുക്ക് ഷവർമ ബ്രെഡ് അഥവാ കുബൂസ് റെഡിയാക്കി എടുക്കുന്നതിനായിട്ട് ഒരു 1/2 ടീസ്പൂണിനടുത്ത് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തോട്ടേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഈസ്റ്റ് ഒന്ന് കുതിരാൻ വെക്കണം. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് 10 മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ ഒരു ബൗളിനകത്തോട്ടേക്ക് 1.5 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ജസ്റ്റ് ഇതുപോലെ ഒരു ഹോൾ പോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈസ്റ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ്, മാവിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ചെറു ചൂടുള്ള വെള്ളത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ കഴിയുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് സാധാരണ ചപ്പാത്തിക്കൊക്കെ നമ്മൾ മാവ് കുഴച്ചെടുക്കില്ലേ, അതേ രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നല്ല സോഫ്റ്റ് ആകുന്ന രീതിയിൽ ആവശ്യം വെള്ളത്തിന് ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് കുഴഞ്ഞ് ഈ ഒരു പാകത്തിന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് എങ്കിലും മിനിമം എന്തായാലും ഒന്ന് കുഴച്ചെടുക്കണം. ഉള്ളിലോട്ടേക്ക് കൈ വെച്ച് പ്രസ് ചെയ്തിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഇതിപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് കയ്യിലൊട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല സോഫ്റ്റ് ടെക്സ്ചറിൽ കിട്ടുന്നത് വരെ വേണം നിങ്ങൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം കയ്യിൽ കുറച്ച് വെജിറ്റബിൾ ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ട് ഈ മാവിന് ഫുള്ളായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ ഈ മാവ് പെട്ടെന്ന് ഡ്രൈ ആയി പോയിട്ട് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ കഴിയില്ല. അതിനുശേഷം പിന്നീട് നമ്മൾ കുറച്ച് വെള്ളം നനച്ച ഒരു തുണി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിപ്പോൾ നല്ല ചൂടാണ് ഇവിടെ, അതുകൊണ്ട് ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് പൊങ്ങിക്കിട്ടും. ഇനി തണുപ്പുള്ള സ്ഥലം, മഴയൊക്കെയുള്ള ക്ലൈമറ്റിലാണ് ജീവിക്കുന്നതെങ്കിൽ അവിടെ അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുക്കും കേട്ടോ ഇത് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആ ഒരു സമയത്തിനുള്ളിൽ ഇതിനകത്തോട്ടുള്ള ബാക്കിയുള്ള ഫില്ലിങ്സ് നമുക്ക് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ പീസസ്, എല്ലില്ലാത്ത ചിക്കൻ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ മെഷർമെൻറ്റ്സ് ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ എത്ര ഷവർമ റെഡിയാക്കി എടുക്കുന്നു അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു ഇത്തിരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിരിയമുളകൊന്നല്ല, സാധാരണ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഇത്തിരി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ള ഗരം മസാല എന്തായാലും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ ഒരു ഇത്തിരി ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആവശ്യാനുസരണം ഉപ്പ് ചേർത്തിട്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഞാൻ കുറച്ച് ഹോം മെയ്ഡ് ആയിട്ടുള്ള ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ 2 ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു. എന്നിട്ട് ജസ്റ്റ് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മളൊരു 10 മിനിറ്റ് 15 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഞാനൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാൻ വെച്ചിട്ട് ചൂടായതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചിക്കൻ പീസസ് ഇങ്ങനെ ഓരോന്നായിട്ട് വരുന്ന രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ചെയ്തെടുക്കാൻ നോക്കുക. 2 സൈഡും നന്നായിട്ട് ഈ ഒരു കളറിലൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമ്മുടെ ഷവർമക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പാത്രത്തിനകത്തോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെജിറ്റബിൾസ് വേണം. അപ്പോൾ ഞാൻ കുറച്ച് കുക്കുംബറാണ്, അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷമാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ചെറിയൊരു പീസ് തക്കാളി, വളരെ കുറച്ച് മാത്രമേ തക്കാളി ചേർക്കുന്നുള്ളൂ, നിർബന്ധമില്ല. അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് ക്യാബേജ് അരിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യുക കേട്ടോ. പിന്നെ കുറച്ച് ചെറുനാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ആവശ്യാനുസരണം വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി നോക്കുക. കൂടുതൽ ഉപയോഗിക്കരുത്. ഒരു 2 പിഞ്ച് കുരുമുളക് പൊടി ചേർക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള മയോണൈസ് എന്ന് പറയുന്നത് ഇതിനകത്ത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടിയുള്ള മയോണൈസാണ്. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അങ്ങനെയല്ല, പ്ലെയിൻ ആയിട്ടുള്ള മയോണൈസ് ആണെങ്കിൽ ഇതിനകത്തോട്ടേക്ക് കുറച്ച് മയോണൈസ് ചേർക്കുക. അതുപോലെ കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ രണ്ടും ഒന്നിൽ തന്നെ ഉള്ളത് കൊണ്ട് ജസ്റ്റ് ഇത് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതിനുശേഷം ഞാൻ ആ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെജിറ്റബിളും ചിക്കനും കൂടിയുള്ള ഫില്ലിങ്സും റെഡി ആയിട്ടുണ്ട്. ഇത് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് ഇപ്പോൾ 15 മിനിറ്റ് ഇവിടെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത്രയധികം ചൂടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ക്ലൈമറ്റിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതുപോലെ ജസ്റ്റ് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് കുഴച്ചെടുക്കുക. ജസ്റ്റ് ഒരു 2 മിനിറ്റ് കുഴച്ചെടുത്താൽ മതി. അതിനുശേഷം പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് കൗണ്ടർ ടോപ്പിനകത്തോട്ടേക്ക് കുറച്ച് മൈദ ഒന്ന് വെതറി കൊടുക്കുക. മൈദ വെതറി കൊടുത്തതിന് ശേഷം നമ്മുടെ
മാവ് ഇതിനകത്തോട്ട് വെച്ചിട്ട് കണ്ടില്ലേ ഇതുപോലെ വേണം ഒന്ന് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതെ നമ്മൾ വീണ്ടും ഇത് റോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് റോൾ ചെയ്തിട്ട് കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഈക്വൽ സൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഈ ഒരു മാവിൽ നിന്ന് എനിക്ക് കിട്ടിയത് 5 എണ്ണമാണ്. എന്നിട്ട് ഓരോന്നായിട്ട് എടുത്തിട്ട് ഉള്ളിലോട്ടേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വേണം നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കാൻ. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പരത്തിയെടുക്കാൻ കഴിയും ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ. എന്നിട്ട് അത് കണ്ടില്ലേ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഓരോന്നും റോൾ ചെയ്തതിന് ശേഷം നനഞ്ഞ തുണി വെച്ചിട്ട് കവർ ചെയ്യുക. അതല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. എന്നിട്ട് കണ്ടില്ലേ ഇതുപോലെ ഉള്ളിലോട്ടേക്ക് പ്രസ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് റോൾ ചെയ്യുക. എന്നിട്ട് റോൾ ചെയ്ത ഓരോ പീസസും നനഞ്ഞ തുണിക്കകത്തോട്ടേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒട്ടും തന്നെ ഒന്നും ഡ്രൈ ആയി പോകില്ല. എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് പരത്തിയെടുക്കണം. നമ്മുടെ ഷവർമ ബ്രെഡിന് ആവശ്യമായുള്ള രീതിയിലൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ കുറച്ച് മൈദ വെതറി കൊടുത്തിട്ട് അതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഒന്നങ്ങ് കോട്ട് ചെയ്തതിന് ശേഷം കൈ വെച്ച് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മുടെ ചപ്പാത്തി കോല് വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഒത്തിരി കനം കൂടിയ രീതിയിലും പരത്തിയെടുക്കരുത്, കനം കുറഞ്ഞിട്ടും പരത്തിയെടുക്കരുത്. ഏകദേശം കണ്ടില്ലേ ഈ ഒരു തിക്നെസ് മതി നമുക്ക്. ഈ ഒരു തിക്നെസ് വരുന്ന രീതിയിൽ വേണം നിങ്ങൾ റോൾ ചെയ്തെടുക്കാൻ. റോൾ ചെയ്ത ഓരോ പീസും ഇതുപോലെ നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് റോൾ ചെയ്യുന്ന സമയത്തും പരത്തിയതിന് ശേഷം നനഞ്ഞ തുണി വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നല്ല രീതിയിൽ നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കാൻ കഴിയുള്ളൂ. ഇത് അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് ഡ്രൈ ആയി പോകും. അപ്പോൾ ഇത് 5 പീസസിലൊന്ന് കുറച്ച് ചെറിയ ഇതാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 5 എണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടൊന്ന് ചൂടായി വരുമ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. എന്നിട്ട് ഞാനൊന്ന് ആദ്യത്തെ ബ്രെഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞ പാടെ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. അതായത് ചെറുതായിട്ടൊന്ന് ചൂട് തട്ടി അതൊന്ന് വെന്തും തോന്നുന്ന സമയത്താകുമ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. 1-2 തവണ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്കും കണ്ടില്ലേ ഇത് നല്ലതുപോലെ പൊങ്ങി ഇങ്ങനെ സൂപ്പർ ഫ്ലഫി ആയിട്ട് വരുന്ന രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് റെഡിയായി കിട്ടും. എന്നിട്ട് 2 സൈഡും ഒന്ന് തിരിച്ചിട്ട് ചെറിയൊരു ഗോൾഡൻ കളറാകുന്ന വരെ രീതിയിൽ മാത്രം ഒന്ന് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഓരോന്നും ചുട്ടെടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കോട്ടൻ്റെ തുണിയിലോട്ടേക്ക് വേണം നമ്മൾ ഇതുപോലെ ഓരോന്നും ചുട്ടെടുത്തതിന് ശേഷം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊന്ന് കവർ ചെയ്ത് വെച്ചാൽ മതി. അതായത് ഓരോന്നും ചുട്ടെടുക്കുക, ജസ്റ്റ് കോട്ടൻ്റെ തുണിയിലോട്ടേക്ക് വെക്കുക, ഒന്ന് കവർ ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മുടെ മുഴുവൻ ഷവർമ ബ്രെഡും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുബൂസ് നല്ല സോഫ്റ്റ് ആയിട്ട് കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഷവർമ സെറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ജസ്റ്റ് ഒരു ബട്ടർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ബട്ടർ പേപ്പർ കയ്യിലില്ലാത്തവർക്ക് അലുമിനിയം ഫോയിൽ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ജസ്റ്റ് നമുക്ക് ഫോൾഡ് ചെയ്യണമെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ അല്ലാതെ ജസ്റ്റ് ഫില്ലിങ്സ് വെച്ച് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ബട്ടർ പേപ്പറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ആദ്യത്തെ ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒന്നുകിൽ ഡയറക്റ്റ് നമുക്ക് സ്പ്രെഡ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഫില്ലിങ്സ് ഇതിൻ്റെ ഉള്ളിൽ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫില്ലിങ്സ് ഇതിൻ്റെ ഉള്ളിൽ നല്ല സ്ട്രക്കായിട്ട് നിൽക്കും. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് ഞാൻ മയോണൈസ് നമ്മുടെ നേരത്തെ മയോണൈസും ടൊമാറ്റോ കെച്ചപ്പുള്ള ആ ഒരു സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മയോണൈസും ടൊമാറ്റോ കെച്ചപ്പും മിക്സ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫില്ലിങ്സൊക്കെ ആവശ്യാനുസരണം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ടോപ്പിലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഉപ്പിലിട്ടിട്ട് നമ്മൾ കുക്കുംബറും അതുപോലെ മുളകൊക്കെ റെഡിയാക്കി എടുക്കില്ലേ, അതൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് സിമ്പിളായിട്ടാണ് കാണിക്കുന്നത്. എന്നിട്ട് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് നമ്മൾ ജസ്റ്റ് 2 സൈഡിലോട്ടേക്ക് നല്ല ടൈറ്റായിട്ട് വേണം കേട്ടോ പ്രസ് ചെയ്ത് കൊടുക്കാൻ. അപ്പോഴാണ് ലാസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുക. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതൊന്ന് കുറച്ച് ഫ്രണ്ടിലോട്ടേക്ക് വെക്കുക. അതായത് നമ്മുടെ ബട്ടർ പേപ്പറിൽ നിന്നും കുറച്ചൊരു ഇഞ്ച് കുറച്ച് മുകൾ ഭാഗത്തോട്ടേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് നല്ല ടൈറ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഒന്നങ്ങ് ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ താഴെ ഭാഗം ഉള്ളിലോട്ടേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴേക്കും കണ്ടില്ലേ നല്ല രീതിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. ശരിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഷവർമയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്തുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള ടൊമാറ്റോ സോസും ഹോം മെയ്ഡ് ആയിട്ട് മയോണൈസ് ചെയ്യുന്നതൊക്കെ റെസിപ്പി ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ വല്ലപ്പോഴൊക്കെ നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ച കുബൂസ് നിങ്ങൾക്ക് ബാക്കിയുള്ള പിസ്സ അല്ലാതെ നിങ്ങൾ വേറെ എന്തെങ്കിലും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കുബൂസ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷ് കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.